കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭത്തിലുള്ള അലങ്കാരം എന്താണ്? ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് എന്ത് അലങ്കാരത്തിലാണ് നമ്മളെ ഭക്തരെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിൽ പോവുക. ഗണപതിനെ കണ്ടാൽ അവിടെ എന്താ വെച്ചാൽ മേൽക്കൂരയൊന്നും ഇല്ലാതെയാണ് ആളിരിക്കണത്. ആ വലിയ ഗണപതി അമ്പലമാണ്. ആർക്ക് വേണമെങ്കിൽ കാണാം, ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ കാണാം. അങ്ങനെ കാണുക. അന്ന് കണ്ടു നോക്കുമ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ നല്ല മാലയൊക്കെ ചേർത്തിട്ട് കറുകമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, താമരമാല ഉണ്ട്, ഒക്കെ ചാർത്തിയിട്ടാണ് അന്ന് അവിടുത്തെ ഗണപതി ഇരിക്കുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് കാണാം. അവിടെ തിരക്കില്ല, സമാധാനമായിട്ട് തൊഴാം. അങ്ങനെ നമ്മൾ തൊഴുത് അനുവാദമൊക്കെ വാങ്ങിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഗോപുരനടയിലെത്തുകയാണ്. ഗോപുരനടയിൽ നിന്ന് വാതിൽപ്പടിയിൽ അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് കുറച്ചൊക്കെ തിരക്കുണ്ട്, തീരെ തിരക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഏകാദശിയാണ്, ഗുരുവായൂർ വൈകുണ്ഠ ഏകാദശിയാണ്, സ്വർഗവാതിൽ ഏകാദശിയാണ്. അപ്പോൾ ഉപവാസം എടുത്ത ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ദർശനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരക്കിൻ്റെ അതാണ്. എന്തായാലും നമുക്ക് ആ തിരക്കിലൂടെ ഗുരുവായൂരപ്പനെ കാണാം, അങ്ങനെ തൊഴുത് മുന്നോട്ട് പോവാം. അങ്ങനെ അവിടെ കയറുന്ന സമയത്ത് ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ശ്രീകോവിലിലെ ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയാണ്. നല്ല ഒരു പ്രകാശമാണ്, കാരണം ഭഗവാന്റെ വിഗ്രഹത്തിൽ തട്ടിയിട്ടുള്ള ആ പ്രകാശമാണ്. അങ്ങനെ നമ്മൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുകയാണ് ഇടത്തോട്ട് നോക്കിയിട്ട്. ആ പീഠം കാണാം. വലത്തോട്ട് നോക്കിയാൽ നരസിംഹാവതാര ദർശനം നൽകിയ തൂണ് കാണാം. അതൊന്ന് തൊട്ട് കഴുകിയിട്ട് നമ്മളങ്ങനെ നടക്കുകയാണ്. കിഴക്ക് ഭാഗത്തൂടെ അങ്ങനെ നടക്കുമ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാം. അങ്ങനെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കാല് പിണച്ചിങ്ങനെ നിൽക്കുന്ന കാൽപാദങ്ങളിലത് 2 കാൽവളകൾ കാണുന്നു. അങ്ങനെ മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് കാണാണ്ട് കിങ്ങിണി, അരയിൽ കിങ്ങിണി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അന്ന് മുരളീധര സ്വരൂപത്തിലാണ് കേട്ടോ, വേണുഗോപാല സ്വരൂപത്തിലാണ്, മുരളി ഊതുകയാണ്. അപ്പോൾ പൊന്നോടക്കുഴൽ ഇങ്ങനെ കൊടുത്തിട്ട് അത് ഊതുന്ന ആ ഒരു പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നത്തെ നിൽപ്പ് ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. വളരെ മനോഹരമായിട്ടുള്ള ചാർത്താണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായതിൻ്റെ മേൽശാന്തിയാണ്. അതേപോലെ കളഭങ്ങനെ കൊണ്ടുള്ള അലങ്കാരമാണ്, വളരെ നന്നായിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് കാണാനുമുണ്ട്. എല്ലാം കൊണ്ടും നല്ല വൃത്തിയായിട്ടുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കൈവളകളുണ്ട്, കൈവളകൾ കാണുന്നുണ്ട്. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ഗോപീതിലകം കൊണ്ടുള്ള ഒരു മാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. തോൾവളകളുണ്ട്, കാതിലോലകളുണ്ട്, കാതിൽപ്പൂക്ക്, ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ പിന്നെ നല്ല മാലകളുണ്ട്. ആ ഉണ്ടമാലകൾ 2 എണ്ണമായിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും താമരയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ 2 മാലകളുണ്ട്. തിരുമുടി മാലകളുണ്ട്. തിരുമുടി മാലകൾ തെച്ചിയും തുളസിയും താമരയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അങ്ങനെ 2 തിരുമുടി മാല ഉണ്ട്. പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയത് കാണാനുണ്ട്. അങ്ങനെ പിന്നെ വിധാനമായിട്ട് 4 തുളസി മാലകൾ ഇങ്ങനെ നല്ല നീളത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആ ഒരു കളഭാലങ്കാരമാണ് ഇന്ന് ശ്രീലകത്തുള്ളത്, മുരളീധര സ്വരൂപട്ടോ. അപ്പോൾ എല്ലാവരും സോപാനപ്പടിയിലാണ്. എന്നെ ഇപ്പോൾ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മൾ ആ ശ്രീകോവിലിനകത്തേക്ക് നോക്കി പ്രിയനായ കളഭാലങ്കാരം കാണുകയാണ്. മുരളീധര സ്വരൂപത്തെ കാണുകയാണ്. നാരായണ നാരായണ, മുരളീധര മുരളീധര, വേണുഗോപാല, അങ്ങനെയൊക്കെ വിളിച്ച് നമുക്ക് ആ ഗുരുവായൂരപ്പനെ എങ്ങനെ വിളിച്ചാലും ആ ഗുരുവായൂരപ്പൻ നമ്മളെ പ്രസാദിക്കും. കാരണം എന്താ വെച്ചാൽ ഭക്തരിൽ ദാസനാണ്. ഭക്തി കൊണ്ട് വിളിച്ചാൽ ഏത്
വാതിലും തുറന്ന് ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിലെത്തും. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ വിളിച്ചോളൂ. ഗുരുവായൂരപ്പൻ ആ കണ്ണൻ, ഉണ്ണിക്കണ്ണൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായ പോലെ തന്നെ, നമ്മളവിടെ തൊഴുന്ന പോലെ തന്നെ സങ്കല്പിച്ച് വിളിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിലാണ്. അങ്ങനെ കണ്ടു തൊഴുക. എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആ തിരുമുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ മനസ്സ് സ്വസ്ഥമാവും. മനസ്സ് സ്വസ്ഥമായാൽ ശരീരം സ്വസ്ഥമാവും. അപ്പോൾ എല്ലാ തലത്തിലും നമുക്ക് ശാന്തി ഉണ്ടാവും. അങ്ങനെ നമ്മൾ കണ്ടു തൊഴുതു. ഇനി നേരെ ഇറങ്ങുകയാണ് സോപാനപ്പടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കുക. തിടപ്പള്ളിയിൽ നോക്കിയാൽ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലം, അതേപോലെ ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന സ്ഥലം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് തൊഴുക. അങ്ങനെ തൊഴുത് പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് എത്തുക. വിഘ്നേശ്വരൻ അതാ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ട് ഗോളകയൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ മാലയൊക്കെ ചാർത്തി ഇങ്ങനെ ഇരിക്കണു. കദളിപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് സരസ്വതി ദേവീനെ കാണാം. ഒരു ചെറിയ മാല മാത്രമേ ഉള്ളൂ ഇന്ന്, തുളസി മാലയാണെന്നുള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ചെറിയ ഗണപതിയുടെ വീണ്ടും കാണാം. അങ്ങനെ കണ്ട് തൊഴുത് ആ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് വരാം. അങ്ങനെ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതല്ലെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പ്രസാദം കിട്ടും. പ്രസാദമൊക്കെ വാങ്ങി തൊടാം. അങ്ങനെ നമ്മൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെ നിറയെ അലങ്കാരമായിട്ട് പത്മനാഭസ്വാമി ഇങ്ങനെ കിടക്കണു. ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടുള്ള ആ രൂപത്തിലങ്ങനെ കിടക്കുകയാണ്. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യുണ്ട്. നന്നായിട്ടുള്ള കത്തിയും കൊണ്ടിരിക്കുന്നു. അവിടെ തൊഴുതു. ഇനി നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകൾ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണുകയാണ്. കണ്ടിങ്ങനെ കണ്ണൻ്റെ അടുത്ത് വന്നു. കണ്ണനെ കണ്ടു, മുരുകനെ കണ്ടു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരേ ഒരു മാല മാത്രമേ ഉള്ളൂ. ഇന്ന് സിന്ദൂരം കൂടി ഇല്ല, കുങ്കുമൊന്നുമില്ല കേട്ടോ. വെറും ഒരു മാല മാത്രം ആണ്. കൂവള മാല പോലെ ഉള്ള ആ വെറ്റില മാലയാണ്. അത് ഒരു ചെറിയൊരു മാല മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കണ്ടു തൊഴുതു. രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കണ്ടു. അങ്ങനെ വരുമ്പോൾ ആ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ ഗ്രില്ല് കഴിഞ്ഞ ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുത്, അതുപോലെ മണിക്കിണർ നോക്കി തൊഴാം. അങ്ങനെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടേക്ക് നോക്കി തൊഴുത് നേരെ വടക്കേ നടയിലേക്ക് ഇറങ്ങാം. കുറൂരമ്മേനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വടക്കേ നടയിലൂടെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടേക്ക് എത്താം. അങ്ങനെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ആ പ്രധാനപ്പെട്ട നമ്മുടെ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ചെറുതായിട്ടൊരു തിരക്കുണ്ട്. അങ്ങനെ ആ അമ്മ അതാ അതീവ സുന്ദരിയായിട്ട് നല്ല എന്താ പറയുക, പട്ട് സാരിയൊക്കെ അണിഞ്ഞ് നന്നായിട്ട് പട്ട് പാവാട എടുത്തിട്ട് അതിൻ്റെ മേലെയാണ് പട്ട് സാരി ഇങ്ങനെ അണിഞ്ഞിരിക്കണത്. വളരെ നന്നായിട്ടുള്ള ആ കാഴ്ചയാണ്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മനസ്സൊരുക്കി പ്രാർത്ഥിച്ച മഹാദേവൻ വിളി കേൾക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ കൊടിമരം നോക്കി തൊഴാം. അങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടുന്ന് വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുന്നു. അവിടെ നോക്കുമ്പോൾ ശ്രീലകത്തെ ആ മുരളീധര സ്വരൂപം കാണാം. ഒന്ന് നോക്കി തൊഴുത് നമ്മളങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്നു. കൂത്തമ്പലത്തിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. വളരെ മഹത്തരമായ ഇലഞ്ഞി ഉണ്ടായിരുന്നതും ആ മാനവേദന ദർശനം നൽകിയതുമായ ആ സ്ഥലമാണ് കൂത്തമ്പലം.
ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ സ്ഥലമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഇന്നലെ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഭജന ഇരിക്കുന്നവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടെ ഒന്ന് തൊഴുത് നേരെ ആ കിടാവിളക്കൊക്കെ ഒന്ന് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്ത് വരാം. അയ്യപ്പനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് ഒന്ന് വലം വെച്ച് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിലേക്ക് എത്താം. പടിഞ്ഞാറ നടയിലെത്തിയാൽ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിലും വേണുഗോപാലനാണ്, മുരളീധരനാണ്. അതേപോലെ കൊടിമരത്തിലും വേണുഗോപാല സ്വരൂപം തന്നെയാണ്. ഇന്ന് 3 സ്ഥലത്തും ആ മുരളീധര ഭാവത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. എന്നെ കേൾക്കുന്ന എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുത ആ ഒരു അനുഭവം ആവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. നാരായണ 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 നാരായണ. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ ഏകാദശി, ഇന്നത്തെ ആ വൈകുണ്ഠ ഏകാദശി നോറ്റവർക്കും നോൽക്കാത്തവർക്കൊക്കെ ആ വൈകുണ്ഠ ഏകാദശിയുടെ പുണ്യം കൂടി കിട്ടട്ടെ, ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.